Hello friends, welcome to another lecture of Make Mechanical Simple. See, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സിലെ പാർട്ട് എന്റെ റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ റിവിഷനിൽ പ്രോബ്ലംസ് മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. തെർമോഡൈനാമിക്സിൻ്റെ നമ്മൾ കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഏകദേശം 50 to 60% മാത്രമാണ് പ്രോബ്ലംസ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാസ്സാവണമെന്നുണ്ടെങ്കിൽ, നല്ല ഗ്രേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ തിയറി ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കണം. തിയറി ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ബിക്കോസ് തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പറിലെ തിയറി ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, so before going to the lecture, if you are new to my channel, consider subscribing and click the bell icon for getting further updates, and don't forget to like, comment and share so that your friends can also learn online. So let's make mechanical simple. So ആദ്യം നമുക്ക് ഫസ്റ്റ് ലോ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ളത്. That is the net heat transfer is equal to the net work transfer. അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ ഇങ്ങനെ എഴുതാം. That is the algebraic sum of heat transfer and work transfer is equal to 0. സി, ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹീറ്റും വർക്കും എന്താണ്, പാത്ത് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഞാനിതിനെ ഡെൽ ക്യൂ ഡെൽ ഡബ്ല്യു എന്ന് എഴുതിയിട്ടുള്ളത് ഇൻസ്റ്റെഡ് ഓഫ് ഡി ക്യൂ ആൻഡ് ഡി ഡബ്ല്യു. അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ, പി കെ നാഗിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡി ക്യൂ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ ആയതുകൊണ്ടാണ്. ഓക്കെ, ദേ ആർ നോട്ട് എക്സാക്ട് ഡിഫറൻഷ്യൽസ്. ഇപ്പോൾ എക്സാക്ട് ഡിഫറൻഷ്യൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, W2 മൈനസ് W1 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ കേസിൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. കാരണം ബിക്കോസ് ദേ ആർ പാത്ത് ഫങ്ഷൻസ്. ഹീറ്റും വർക്കും എന്താണ്, പാത്ത് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആയിട്ട് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സോ ഫസ്റ്റ് ലോ നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. വൺ ഈസ് ഫസ്റ്റ് ലോ ഫോർ എ സൈക്കിൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ്. സോ ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ് നമ്മൾ എഴുതുമ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. Q1 to 2 എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ആൻഡ് ഡെൽറ്റ യു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ആൻഡ് W1 to 2 ഈസ് ദി വർക്ക് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ കൺവെൻഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ് and work transferred to the system is negative. Okay, similarly heat transferred to the system is positive and heat transferred by the system is negative. So this will be negative. Okay, so ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, വർക്ക് ആൻഡ് ഹീറ്റിൻ്റെ സൈൻ കൺവെൻഷൻസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക, ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് ഇക്വേഷൻസ് ആണ്. എൻതാൽപ്പിയുടെ ഇക്വേഷൻ. ഓക്കെ, എൻതാൽപ്പി H is equal to U plus PV. ഇതെല്ലാം നമുക്ക് ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഇതന്നെ നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഥവാ സ്പെസിഫിക് എൻതാൽപ്പിയുടെ ടേംസിൽ നമ്മളിത് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഓൾ ദ ടേംസ് വിൽ ബി പെർ മാസ്. ഇവിടെ എൻതാൽപ്പി പെർ യൂണിറ്റ് മാസ് ആയിരിക്കും. ഇവിടെ അപ്പോൾ ഇൻറ്റേർണൽ എനർജി പെർ യൂണിറ്റ് മാസ് ആയിരിക്കും. ആൻഡ് ഇവിടെ വോള്യൂം അപ്പോൾ സ്പെസിഫിക് വോള്യൂം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ ടേം സ്പെസിഫിക് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ മുന്നേ സ്പെസിഫിക് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട എന്താണ്, അത് പെർ യൂണിറ്റ് മാസിലുള്ള ക്വാണ്ടിറ്റിയാണ് എന്ന് ആലോചിക്കുക. ഓക്കെ, ദെൻ you should know these equations. Delta U is equal to mCV delta T and delta H is equal to mCP delta T. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കാണാൻ നമ്മളെപ്പോഴും mCV delta T, എൻതാൽപ്പി ചേഞ്ച് കാണാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് mCP delta T ആണ്. ഈ ഇക്വേഷൻസും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇവിടെ CV ആൻഡ് CP എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ദേ ആർ സ്പെസിഫിക് ഹീറ്റ്. എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു യൂണിറ്റ് മാസുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ യൂണിറ്റ് ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് എന്ത് പറയണത്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ദ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് സബ്സ്റ്റൻസ് പെർ യൂണിറ്റ് ഡിഗ്രി. യൂണിറ്റ് ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് തന്നെ നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിലും അതേപോലെ അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യത്തിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ, സോ ആസ് പെർ ദി ഡെഫിനിഷൻ ഇതായിരിക്കും അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ദറ്റ് ഈസ് 1/m del Q by del T അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ നമുക്കറിയാം Q എന്തായിട്ട് മാറും, ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിട്ട് മാറും,
ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ബിക്കം ഇൻറ്റേർണൽ എനർജി. ബിക്കോസ് അവിടെ വർക്ക് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റ് കംപ്ലീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അവിടെ വർക്ക് ട്രാൻസ്ഫർ 0 ആയിരിക്കും കോൺസ്റ്റൻറ്റ് വോള്യം പ്രോസസ്സിൽ. ഓക്കെ, ബിക്കോസ് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കൊന്നും നടക്കത്തില്ല. ഓക്കെ, സോ നമുക്ക് ഇതിനെ 1/m du/dt എന്ന് എഴുതാം. ഇപ്പോൾ du/dt / m നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജിയുടെ ടേമിൽ അതിനെ റിപ്ലേസ് ചെയ്യാം. So CV is equal to simply du/dt എന്നായിട്ട് മാറും. So similarly we can express specific heat at constant pressure as this, that is Cp is equal to 1/m del Q/del T at constant pressure. See, നമുക്കറിയാം കോൺസ്റ്റൻറ്റ് പ്രഷറിൽ del Q എന്തായിട്ട് മാറും, അഥവാ ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബിക്കം എൻതാൽപ്പി. സോ ക്യൂവിന് പകരം നമുക്ക് എൻതാൽപ്പി എന്ന് കൊടുക്കാം, റൈറ്റ്? സോ enthalpy per unit mass become specific enthalpy. So capital H-ന് പകരം ഞാനിവിടെ സ്മോൾ h റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില പ്രോബ്ലത്തിൽ നമ്മളോട് CP/CV കാണാൻ പറയും, അഥവാ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യൂം ആൻഡ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉപകാരമായിട്ട് വരും. അതേപോലെ നമ്മൾ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഇക്വേഷനാണ് PV = mRT. ഈ ഇക്വേഷൻ ഒരിക്കലും മറക്കരുത്. ഇത് നമുക്ക് പലപ്പോഴും ടെമ്പറേച്ചർ കാണാനായിട്ട് ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ ഇവിടെ പ്രഷർ, വോള്യം, മാസ്, ആർ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, ആർ ഇസ് ദി ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഈ ഇക്വേഷൻ തന്നെ പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ടേമിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ടേമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്, മോളാർ മാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് you should know the values of Cp, Cv and R values of air and water also. Okay, sometimes നമുക്ക് വാട്ടറിൻ്റെ വാല്യൂസും നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. ചില പ്രോബ്ലത്തിൽ ഈ വാല്യൂസ് തരത്തില്ല, അപ്പോൾ നമുക്കത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ആ വാല്യൂസ് പ്രോബ്ലം വരുമ്പോൾ എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, ഇനി നമുക്ക് വളരെ ബേസിക്കായിട്ട് നമുക്ക് എപ്പോഴും പാർട്ട് എയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ് ഫസ്റ്റ് ലോ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ വർക്ക് ട്രാൻസ്ഫർ കാണാൻ നമുക്ക്, ബിക്കോസ് വി ഹാവ് സെവറൽ പ്രോസസ്സസ് ലൈക്ക് വി ഹാവ് ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, ഐസോതെർമൽ പ്രോസസ് ഓർ അഡിയബാറ്റിക് പ്രോസസ്, അങ്ങനെ കുറേ ടൈപ്പ് പ്രോസസ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോ പ്രോസസ്സിലും വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഓരോ പ്രോസസ്സിലും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഡെഫിനറ്റായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇത് വളരെ സുഖമാണ് ബൈ ഹാർട്ട് ചെയ്യാൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കിൻ്റെ ഇക്വേഷനാണ് ഇൻ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. സോ ഫസ്റ്റ് വൺ ഈസ് ഐസോബാറിക് പ്രോസസ്. സി, ഐസോബാറിക് പ്രോസസ്സിൽ നമുക്കറിയാം PV ഡയഗ്രാം വിൽ ലുക്സ് ലൈക്ക് ദിസ്. ബിക്കോസ് ഐസോബാറിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പ്രഷർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറുള്ള ഏരിയയാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വർക്ക് ട്രാൻസ്ഫർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ P × V2 - V1. See, so in this case the work transfer is P × V2 - V1. And isocoric process in the case lo, isocoric process in the case lo namakkariyam PV diagram will looks like a vertical line. And avada volume change onnum undavunilla, athava systeminte boundary expand cheyo contract cheyo cheyyunnilla. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ട്രാൻസ്ഫർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് കംപ്ലീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുക? ആസ് പെർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മളിവിടെ ആഡ് ചെയ്യുന്ന ഹീറ്റ് കംപ്ലീറ്റ് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ഐസോകോറിക് പ്രോസസ്. ഓക്കെ, ബിക്കോസ് അവിടെ എന്താണ്? വർക്ക് ട്രാൻസ്ഫർ 0 ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സിൽ PV ഡയഗ്രാം വിൽ ലുക്സ് സംവാട്ട് ലൈക്ക് ദിസ്. ആൻഡ് ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PV is a constant. അത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ പ്രത്യേകത അതാണ്. സോ വി ക്യാൻ റൈറ്റ് P1 V1 = P2 V2 is a constant. അപ്പോൾ പലപ്പോഴും നമുക്ക് പ്രോബ്ലത്തിൽ P1 ഉം V1 ഉം അല്ലെങ്കിൽ P2 തന്നിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു ഡാറ്റ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിസ്സിംഗ് ആയിട്ടുള്ള ഡാറ്റ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വർക്ക് ട്രാൻസ്ഫർ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വർക്ക് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്താണ്? P1 V1 = log P1/P2 ഓർ അതർവൈസ് P1 P2നെ നമുക്ക് എന്തുമായിട്ട് റിപ്ലേസ് ചെയ്യാം? V2/V1 ആയിട്ട് റിപ്ലേസ് ചെയ്യാവുന്നതാണ്. സോ ദ ഇക്വേഷൻ ബിക്കം P1 V1 log V2/V1. ഓക്കെ,
ദിസ് ഐസോതെർമൽ കേസ് പ്രോസസ്സിൻ്റെ കേസിൽ ഇക്വേഷൻ അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് അഡിയബാറ്റിക് പ്രോസസ്സ്. അഡിയബാറ്റിക് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പലപ്പോഴും നമ്മളോട് പ്രോബ്ലത്തിൽ ചോദിക്കാറുള്ളത് അഡിയബാറ്റിക് പ്രോസസ്സാണ്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ PV റൈസ് ടു ഗാമ വിൽ ബി എ കോൺസ്റ്റൻറ്റ് വെർ ഗാമ ഇസ് ദി റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾ IMEയിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ബിറ്റ്വീൻ സ്പെസിഫിക് ഹീറ്റ്. CP/CV ആണ് ഗാമ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ഫോർ എയർ ഏകദേശം 1.4 ഒക്കെ ആയിരിക്കും ഗാമയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ ഐസോകോറിക് പ്രോസസ്സിൻ്റെ കേസിൽ വർക്ക് ട്രാൻസ്ഫർ 0 ആണെന്ന് പറഞ്ഞു. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ആക്ച്വലി വർക്ക് ട്രാൻസ്ഫർ എന്ത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ സപ്പോസ് സിസ്റ്റം ഈസ് ഡൂയിങ് എ വർക്ക്, ആ വർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഇൻറ്റേർണൽ എനർജി. കാരണം അവിടെ പുറത്തുനിന്ന് ഒരു ഹീറ്റ് സോഴ്സ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നത് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഇൻറ്റേർണൽ എനർജിയാണ്. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടുത്തെ വർക്ക് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ P1V1 മൈനസ് P2V2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇത് തിരിച്ചെഴുതാറുണ്ട്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററും അവർ തിരിച്ചിട്ടാണ് എഴുതാറുള്ളത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ പോളിട്രോപ്പിക്കിനും ഉപയോഗിക്കേണ്ടത്. അവിടെ ഗാമ റിപ്ലേസ് ചെയ്തിട്ട് പോളിട്രോപ്പിക്കിൻ്റെ ഇൻഡെക്സ് ആക്കിയാൽ മതി. പോളിട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിട്രോപ്പിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ദ റിലേഷൻ ഈസ് PV റൈസ് ടു N ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ അവിടെ എന്താ വ്യത്യാസം? ഗാമക്ക് പകരം ഇവിടെ N വന്നു, അത്രേ ഡിഫറൻസ് ഉള്ളൂ. സോ വർക്ക് ട്രാൻസ്ഫർ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗാമയ്ക്ക് പകരം N വരുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, പോളിട്രോപ്പിക്കിൻ്റെയും അതേപോലെ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെയും കേസിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ദറ്റ് ഈസ് P1V1 റൈസ് ടു ഗാമ is equal to P2V2 റൈസ് ടു ഗാമ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഡാറ്റ നമുക്ക് ഈ റിലേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കണം ഇനീഷ്യലി. എന്നിട്ട് മാത്രമേ നമുക്ക് വർക്ക് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും പ്രോബ്ലത്തിൽ അങ്ങനെയാണ് തരാറുള്ളത്. പിന്നെ നിങ്ങൾ ഈ ബേസിക് റിലേഷൻഷിപ്സ് ഒക്കെ CP/CV is equal to ഗാമ, അതേപോലെ CP minus CV is equal to R, where R is the characteristics gas constant. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഇക്വേഷൻസ് ആദ്യം ഒന്ന് നോട്ട് ചെയ്യുക, ഇത് തറവെക്കുക, എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിലേക്ക് വരിക. സോ നെക്സ്റ്റ് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇത് ജനുവരി 2017 4A ആണ് ഈ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി ഇൻറ്റേർണൽ എനർജി ആൻഡ് എൻതാൽപ്പി ഓഫ് 1 kilogram ഓഫ് എയർ ഒക്കുപ്പയിങ് 0.03 m³ അറ്റ് 3 MPa. ഒരൊറ്റ ലൈനിലുള്ളൊരു ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു പ്രോസസ്സ് അല്ല തന്നിട്ടുള്ളത്, പകരം ദിസ് എ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദി ഇൻറ്റേർണൽ എനർജി ആൻഡ് വാട്ട് ഈസ് ദി എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം. സോ ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് മാസ് ഇസ് 1 kilogram ആൻഡ് വോളിയം ഇസ് 0.03 m³ ആൻഡ് പ്രഷർ ഇസ് 3 MPa. ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ വാട്ട് ഈസ് ദി ഇൻറ്റേർണൽ എനർജി ആൻഡ് വാട്ട് ഈസ് ദി എൻതാൽപ്പി, ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ΔU is equal to mCV ΔT, റൈറ്റ്? ആൻഡ് എൻതാൽപ്പി ചേഞ്ചിന് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് mCP ΔT. ഈ ഇക്വേഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, സോ ഇതേ സാധനം ഇതൊരു പ്രോസസ്സിനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന് ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ ΔTക്ക് പകരം അവിടെ എന്തായി മാറും? T ആയിട്ട് മാറും. സോ U become mCVT ആൻഡ് H become mCPT എന്നായിട്ട് മാറും. ബിക്കോസ് ദിസ് ഇസ് ഫോർ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടീൻ്റെ വാല്യൂ അറിയണം, അതുപോലെ CV ആൻഡ് CPൻ്റെ വാല്യൂ അറിയണം. സോ എയറിൻ്റെ CP ആൻഡ് CV വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഞാനതിവിടെ എഴുതിയിട്ടുണ്ട്. സോ ഈ വാല്യൂസ് നിങ്ങൾ ഡെഫിനറ്റായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. CV ഓഫ് എയർ ഈസ് 0.718. ശ്രദ്ധിക്കത് kJ/kg കെൽവിനിലാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ SI യൂണിറ്റിലാണ് കാണുന്നതെങ്കിൽ നമുക്കതിന് ജൂളിലാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അഥവാ ഇൻറ്റു 10⁻³ ചെയ്യണം. അതേപോലെ CP വാല്യൂ ഓഫ് എയർ ഈസ് 1 kJ/kg കെൽവിനാണ്. ഓക്കെ, അതേപോലെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വേറൊരു വാല്യൂയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് അല്ല, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഓഫ് എയർ. അതിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 0.287 kJ/kg Kelvin.
ഓക്കെ, സോ ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പിയും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടി കാണണം. അപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ എവിടുന്നാണ് കണ്ടുപിടിക്കുക? ബിക്കോസ് നമുക്കിവിടെ തന്നിട്ടുള്ളത് പ്രഷറും വോള്യൂം തന്നിട്ടുണ്ട്. പ്രഷറും വോള്യൂം ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റും അറിയാമെങ്കിൽ വി ഹാവ് ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് PV = mRT, റൈറ്റ്? ഇതിൽ നമുക്ക് പ്രഷർ അറിയാം, വോള്യൂം അറിയാം, മാസ് അറിയാം, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് അറിയാം. ഓൺലി അൺനോൺ ഈസ് ടെമ്പറേച്ചർ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലെ പ്രഷറും വോള്യൂം തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടെമ്പറേച്ചർ കാണണമെന്നുണ്ടെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇതെപ്പോഴും ഓർത്തിരിക്കാം. ഓക്കെ, കാരണം യൂഷ്വലി എയറൊക്കെ ആയിരിക്കും ഫ്ലൂയിഡ്, അപ്പോൾ എയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, സോ ഇതിൽ നിന്നും നമുക്ക് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ നിങ്ങൾ സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ടെമ്പറേച്ചർ ആസ് 313.59 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ഈ CV ആൻഡ് CP വാല്യൂസ് നമുക്ക് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എല്ലാം നിങ്ങൾ SI യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ പ്രഷറിൻ്റെ വാല്യൂ ഇവിടെ മെഗാ പാസ്കലിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ മെഗാ പാസ്കലിലാക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁶ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, വോള്യൂം SI യൂണിറ്റിലാണ്, മാസ് 1 കിലോഗ്രാം SI യൂണിറ്റിലാണ്. അതേപോലെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇവിടെ കിലോ ജൂളിൽ തന്നത് നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കും. ഓക്കെ, ആ വാല്യൂ നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാസ് കിലോഗ്രാം, CV നിങ്ങൾ കിലോ ജൂളിലുള്ളത് ജൂളിലാക്കിയിട്ട് അഥവാ ഇൻറ്റു 10⁻³ ചെയ്തിട്ട് മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റേർണൽ എനർജി ജൂളിലായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇൻ ദ സെയിം വേ യു ക്യാൻ ഓൾസോ ഫൈൻഡ് എൻതാൽപ്പി ഓൾസോ. സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നില്ല, ഐ വിൽ റൈറ്റ് ദി ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇൻറ്റേർണൽ എനർജി ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്നത് 225 × 10⁻³ ജൂൾ എന്ന് കിട്ടും. ജൂളിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ജൂൾ അതായത് SI യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ എൻതാൽപ്പി നിങ്ങൾക്ക് 313.59 × 10⁻³ ജൂൾ എന്ന് കിട്ടും. സോ ദീസ് ആർ ദി ഫൈനൽ ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് 2017 ജനുവരിയിൽ 5B ആണ് ക്വസ്റ്റ്യൻ. എ ഫ്ലൂയിഡ് അണ്ടർഗോസ് എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ ഫ്രം 0.5 MPa and 0.2 m³ to 0.05 m³ according to the law PV⁻1.3 is equal to a constant. Okay, determine the change in enthalpy, internal energy and entropy, and the heat transfer and work transfer during the process. ഞാനപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ എല്ലാം എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷനാണ്. ഇപ്പോൾ കംപ്രഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കർവ് ഉണ്ടാവുക. ശ്രദ്ധിക്കുക, കാരണം പ്രഷർ കൂടുകയാണ് ചെയ്യുക കംപ്രഷൻ ആയതുകൊണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കർവ് പ്ലോട്ട് ചെയ്തിടാം. ആൻഡ് ആ കർവിൻ്റെ ലോ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് PV⁻1.3 ഈസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് ഇനീഷ്യൽ വാല്യൂ ഓഫ് പ്രഷർ ആൻഡ് വോള്യൂം തന്നിട്ടുണ്ട്. അതേപോലെ ഫൈനൽ വാല്യൂ ഓഫ് വോള്യൂം തന്നിട്ടുണ്ട്. പക്ഷേ P2ൻ്റെ വാല്യൂ മിസ്സിംഗ് ആണ്. ഈ P2ൻ്റെ വാല്യൂ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ബിക്കോസ് വി ഹാവ് ഗിവൺ ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഇക്വേഷൻസ് ചെയ്ത സമയത്ത് ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? P1V1⁻1.3 is equal to P2V2⁻1.3. ഇവിടെ ഇപ്പോൾ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് P2 ആണ്. ഇപ്പോൾ P1 V1 ആൻഡ് V2ൻ്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് P2 സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അതേപോലെ അടിച്ചു കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് P2 ആസ് 3.03 MPa എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3.03 × 10⁻6 പാസ്കൽ എന്ന് കിട്ടും. അപ്പോൾ ഞാനിവിടെയും പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, എല്ലാം നമ്മൾ SI യൂണിറ്റിൽ ചെയ്യുക, അപ്പോൾ തെറ്റത്തില്ല. ഓക്കെ, ആൻഡ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? വി ഹാവ് ടു ഫൈൻഡ് ചേഞ്ച് ഇൻ എൻതാൽപ്പി, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ചേഞ്ച് ഇൻ എൻട്രോപ്പി ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ട്രാൻസ്ഫർ. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പം തന്നെ പറയാം. ബിക്കോസ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ദിസ് ഈസ് എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് കംപ്രഷൻ. എന്താണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ? അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? Q1 to 2ൻ്റെ വാല്യൂ എന്തായിരിക്കും?
0 ആയിരിക്കും. അതാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത അല്ലേ. അതേപോലെ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐസെൻട്രോപ്പിക് പ്രോസസ്സ് അല്ലേ. ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിനെയാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എൻട്രോപ്പി ചേഞ്ചും എന്തായിരിക്കും? ഡെൽറ്റ എസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്ച്വലി ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, ഇത് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി അതേപോലെ വർക്ക് ട്രാൻസ്ഫർ ഇത് നമുക്ക് ഫസ്റ്റ് ലോന്ന് വളരെ സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ട്രാൻസ്ഫർ കാണണം. അപ്പോൾ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന് എന്താണ് വർക്ക് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ? W1 to 2 is equal to P1 V1 minus P2 V2 divided by gamma minus 1. ഇവിടെ ഗാമ എന്ന് പറയുന്നത് എന്താണ്? 1.3 ആണ്. അപ്പോൾ നമുക്ക് P1 V1 P2 V2 ഗാമ ഇതിൻ്റെ എല്ലാം വാല്യൂസ് അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ട്രാൻസ്ഫറിൻ്റെ ആൻസർ ഇവിടെ -171.67 into 10⁻³ ജൂൾ എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 171.67 കിലോ ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ വാല്യൂ നമ്മൾ ഫസ്റ്റ് ലോയിൽ അപ്ലൈ ചെയ്യുക. എന്താണ് ഫസ്റ്റ് ലോ? Q1 to 2 is equal to delta U plus W1 to 2. ഓക്കെ, ബിക്കോസ് Q1 to 2 ഇവിടെ ഓൾറെഡി 0 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡെൽറ്റ യുവിൻ്റെ വാല്യൂ കിട്ടും. ഇപ്പോൾ ഡെൽറ്റ യു വിൽ ബി വർക്ക് ട്രാൻസ്ഫർ ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്തായിട്ട് മാറും? ഇൻറ്റേർണൽ എനർജി പോസിറ്റീവായിട്ട് മാറും. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ബിക്കം 171.67 കിലോ ജൂൾ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയും കിട്ടി, വർക്ക് ട്രാൻസ്ഫറും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എൻതാൽപ്പി ചേഞ്ചാണ്. എൻതാൽപ്പി ചേഞ്ച് നമുക്കറിയാം ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു H2 മൈനസ് H1 എഴുതാം. റൈറ്റ്. സോ H2 എന്ന് പറഞ്ഞാൽ എന്താണ്? H2 ഈസ് നത്തിങ് ബട്ട് U2 പ്ലസ് P2 V2 മൈനസ് ഓഫ് U1 പ്ലസ് P1 V1. റൈറ്റ്. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് U2 മൈനസ് U1 പ്ലസ് P2 V2 മൈനസ് P1 V1 എഴുതാം. ഓക്കെ, സോ ഇവിടെ U2 മൈനസ് U1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ യു. റൈറ്റ്. അപ്പോൾ ഈ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. P2 V2 P1 V1 ഒക്കെ വാല്യൂസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ആ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നമുക്ക് ഏകദേശം 223.17 into 10⁻³ ജൂൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് പ്രോബ്ലംസ് ആണ്. PK നാഗിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത ഒരു PDF ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ആ PDF നിങ്ങൾക്ക് കിട്ടും. അഥവാ PK നാഗ് തെർമോഡൈനാമിക് സൊല്യൂഷൻസ് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഓക്കെ, സോ look at this problem. The properties of a certain fluid are related as follows. So U as a function of temperature and PV as a function of temperature. ഇവിടെ 2 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വേർ U is a specific internal energy. എന്താണ് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ? ഇൻറ്റേർണൽ എനർജി പെർ യൂണിറ്റ് മാസിനെയാണ് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാമായി മാറിയത്. ഓക്കെ, ആൻഡ് T is in degree Celsius, P is the pressure and V is a specific volume. ഇപ്പോൾ ഇവിടെയും സ്പെസിഫിക് വോളിയമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി CV ആൻഡ് CP ഓഫ് ദി ഫ്ലൂയിഡ്. ഓക്കെ, ഈ ഫ്ലൂയിഡിൻ്റെ CPയും CVയും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് CPയും CVയും കാണാനുള്ള ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയാം. എന്താണ്? CP is equal to ∂H/∂T at constant pressure. റൈറ്റ്. സോ H എന്ന് പറഞ്ഞാൽ എന്താണ്? H എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് സ്പെസിഫിക് എൻതാൽപ്പി, ദാറ്റ് ഈസ് U പ്ലസ് PV. സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി പ്ലസ് പ്രഷർ ഇൻറ്റു സ്പെസിഫിക് വോളിയം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സ്പെസിഫിക് എൻതാൽപ്പി. അപ്പോൾ Hന് പകരം നമ്മൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് U പ്ലസ് PV. ആൻഡ് അപ്പോൾ യുക്ക് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് PVക്ക് നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് സിംപ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ അതിൻ്റെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1.005. സിമിലർലി നമുക്ക് CVയുടെ വാല്യൂ അതേപോലെ കണ്ടുപിടിക്കാം. CV എന്ന് പറഞ്ഞാൽ എന്താണ്? ∂U/dt. റൈറ്റ്. സോ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, തന്നിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം.
ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി ഇത്തരം പ്രോബ്ലത്തിൽ. നൗ ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. എ ഗ്യാസ് ഓഫ് മാസ് 1.5 kilogram undergoes a quasi-static expansion which follows a relationship P is equal to A plus BV. ഓക്കെ, സോ സാധാരണ നമുക്ക് പ്രോബ്ലത്തിൽ ഇപ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് PV raised to 1.3 ഇസ് എ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ PV raised to 1.4 ഇസ് എ കോൺസ്റ്റൻറ്റ് തരും. അപ്പോൾ അതിന് പകരം പിയും വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർ A and B എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, where A and B are constants. The initial and final pressures are 1000 kilopascal and 200 kilopascal and the corresponding volumes are 0.2 meter cube and 1.2 meter cube. അപ്പോൾ ഇനീഷ്യൽ പ്രഷറിൻ്റെ വാല്യൂം ഫൈനൽ പ്രഷറിൻ്റെ വാല്യൂം അതേപോലെ ഇനീഷ്യൽ വോള്യത്തിൻ്റെ വാല്യൂം ഫൈനൽ വോള്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയിലും ബിയിലും ഉള്ള രണ്ട് ഇക്വേഷൻസ് കിട്ടും. അഥവാ P1 ഇവിടെയും V1 ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ എയിലും ബിയിലുള്ള ഒരു ഇക്വേഷനായി. അതേപോലെ P2 ഇവിടെയും V2 ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ എയിലും ബിയിലുള്ള രണ്ടാമത്തെ ഇക്വേഷനായി. അത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അതൊരു 2 അൺനോൺ ഇക്വേഷൻ ആയിരിക്കും. അത് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയും ബിൻ്റെയും വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ യഥാർത്ഥ ഫോമാറ്റ് കിട്ടി. ആൻഡ് വാട്ട് ഈസ് റിമൈനിങ് ക്വസ്റ്റ്യൻ? ദ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഗ്യാസ് ഇസ് ഗിവൺ ബൈ ദ റിലേഷൻഷിപ്പ്. ഇപ്പോൾ സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി സ്മോൾ യു ഇസ് 1.5 PV minus 85. ഇതിൻ്റെ യൂണിറ്റ് നോക്കൂ, കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ബിക്കോസ് അത് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി ആയതുകൊണ്ടാണ്. ഒരു P is in kilopascal and V is in meter cube per kilogram. Calculate the net heat transfer and the maximum internal energy of the gas attained during this expansion. Okay, അപ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്പ് തന്നിരിക്കുന്നത് എന്തിനാണ്? വി ക്യാൻ ഫൈൻഡ് U2 ആൻഡ് U1 ഫ്രം ദിസ്. അഥവാ ഡെൽറ്റ യു കാണാൻ നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം, റൈറ്റ്? U2 ആൻഡ് U1 ബിക്കോസ് ഇവിടെ P1ൻ്റെയും അതേപോലെ V1ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? U1 ആയിരിക്കും. അതേപോലെ P2ൻ്റെയും V2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ U2 കിട്ടും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡെൽറ്റ യു കിട്ടും. പിന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കാണാൻ അറിയാലോ. ഓക്കെ, സോ എനിവേ ഞാനതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദി സൊല്യൂഷൻ നൗ. സോ P is equal to A plus BV എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. അത് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയും അതേപോലെ ബിൻ്റെയും വാല്യൂസ് കിട്ടും. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്തായി? P is equal to 1160 minus 800 V എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ Pൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വർക്ക് ട്രാൻസ്ഫർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് കാണാനുള്ള ഇക്വേഷൻ W is equal to ഇൻ്റഗ്രൽ PdV ആണ്. അപ്പോൾ P എന്നുള്ള ഫംഗ്ഷൻ നമുക്കറിയാം ഇൻ ടേംസ് ഓഫ് V. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. നമുക്ക് ഫൈനലി ഇവിടെ എന്ത് കിട്ടുന്നു? വർക്ക് ട്രാൻസ്ഫർ. നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഇവിടെ എന്താ കൊടുക്കേണ്ടത്? V1 ആൻഡ് V2 വാല്യൂസ് ആണ്. ദാറ്റ് ഈസ് 0.2 ആൻഡ് 1.2. നമുക്ക് ഫൈനലി 600 കിലോ ജൂൾ എന്ന് കിട്ടും. എപ്പോഴും നിങ്ങൾ യൂണിറ്റുകൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഈ ഇക്വേഷൻസിൻ്റെ യൂണിറ്റ് എന്താണോ എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ചാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. അപ്പോൾ നമുക്കിവിടെ 600 കിലോ ജൂൾ എന്ന് കിട്ടി. അതേപോലെ നമ്മുടെ ഇൻറ്റേർണൽ എനർജി, സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജിക്ക് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനിൽ നമ്മൾ ഇനീഷ്യൽ വാല്യൂം ഫൈനൽ വാല്യൂം കൊടുക്കുമ്പോൾ നമ്മൾ U1 ആൻഡ് U2 കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ U2 മൈനസ് U1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ സ്മോൾ യു കിട്ടും. അപ്പോൾ അത് ഡെൽറ്റ ക്യാപിറ്റൽ യു അഥവാ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാസ് 40 കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് 60 കിലോ ജൂൾ എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ യു 60 കിലോ ജൂൾ എന്ന് കിട്ടി. അതേപോലെ വർക്ക് ട്രാൻസ്ഫർ 600 കിലോ ജൂൾ എന്ന് കിട്ടി. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ അത്ര 660 കിലോ ജൂൾ എന്ന് കിട്ടി ഫ്രം ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദി മാക്സിമം ഇൻറ്റേർണൽ എനർജി ഡ്യൂറിങ് ദിസ് എക്സ്പാൻഷൻ. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എവിടെയാണ് മാക്സിമം ആവുക? അപ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് Pൻ്റെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Pക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, റൈറ്റ്? Pൻ്റെ ഇക്വേഷനും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഇതെങ്ങനെ കിട്ടും? ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, അതിനെ വിത്ത് റെസ്പെക്ട്, കാരണം ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? V മാത്രമാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു V ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കറിയാം എപ്പോഴും മാക്സിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയബിളായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഫോർ മാക്സിമം U ഡോ U ബൈ ഡോ V ഈക്വൽ ടു 0. അത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അത് മാക്സിമൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് U എപ്പോഴാണ് മാക്സിമൈസ് ചെയ്യുന്ന Vൻ്റെ വാല്യൂ കിട്ടും. ഇത് ഏത് പർട്ടിക്കുലർ വോള്യത്തിലാണ് മാക്സിമം ഇൻറ്റേർണൽ എനർജി കിട്ടുക എന്നുള്ളതാണ് ഇതിന്ന് കിട്ടുക.
ഓക്കെ, ഈ വിൻ്റെ വാല്യൂ നമ്മൾ എവിടെ കൊടുക്കണം? ടു ഫൈൻഡ് യു മാക്സ്. യുവിൻ്റെ റിലേഷൻഷിപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ യു മാക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ദ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓഫ് എ സർട്ടൻ സിസ്റ്റം ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി ആൻഡ് മേ ബി എക്സ്പ്രസ്ഡ് ആസ്. ഇവിടെ ശ്രദ്ധിക്കുക, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്, സ്പെസിഫിക് ഹീറ്റ് അല്ല. സ്പെസിഫിക് ഹീറ്റും ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് മാസിലാണ്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സി പിയുടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് where T is the temperature of the system is heated while it is maintained at a pressure of 1 atmosphere until its volume increases. ഒരു പ്രോസസ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുക. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹീറ്റ് ഇൻറ്ററാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്താണ്? mCp ΔT ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ mCpയുടെ ആവശ്യമില്ല, CP മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ആയതുകൊണ്ട്. ഹീറ്റ് കപ്പാസിറ്റി ആയതുകൊണ്ട് ഇവിടെ എമ്മിൻ്റെ ആവശ്യമില്ല, കാരണം എം ഇത് ഓൾറെഡി ഉണ്ട്, മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ CP ΔTനെ അഥവാ DTനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ബിറ്റ്വീൻ ദീസ് ടെമ്പറേച്ചേഴ്സ്. കാരണം CP തന്നിട്ടുള്ളത് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചറാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള ടെമ്പറേച്ചറിനെ നിങ്ങൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സോ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഫസ്റ്റ് ലോ നമുക്കൊരു ഫ്ലോ പ്രോസസ്സിന് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. ഈ ഇക്വേഷന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ഇത് തെർമോഡൈനാമിക്സിലെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഈ ടോപ്പിക്കിൽ നിന്നും നമുക്ക് മിനിമം ഒരു പ്രോബ്ലമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പ്രോബ്ലം വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഒന്ന് പെർ യൂണിറ്റ് ടൈമിൻ്റെ ബേസിസിലും രണ്ടാമത് പെർ യൂണിറ്റ് മാസിൻ്റെ ബേസിസിലും. ഓക്കെ, അപ്പോൾ ഞാൻ യൂണിറ്റ് ടൈമിൻ്റെ ബേസിൽ ഇക്വേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഹീറ്റും വർക്കും എല്ലാം വാട്ടിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്, അഥവാ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോ ജൂൾ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റ് ആയിരിക്കും ഹീറ്റിനും വർക്കിനൊക്കെ തന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഇവിടെ dm/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി മാസ് ഫ്ലോ റേറ്റ്. dm/dtയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ സെക്കൻഡ് ആയിരിക്കും, ബിക്കോസ് ദാറ്റ് ഈസ് ദി മാസ് ഫ്ലോ റേറ്റ്. ആൻഡ് h2 - h1 is the enthalpy change, v2 square - v1 square by 2 is the kinetic energy change, and g into z2 - z1 is the potential energy change. അപ്പോൾ പല പ്രോബ്ലത്തിലും എൻതാൽപ്പി ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില പ്രോബ്ലത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ദർ ഈസ് നോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ ടേംസ് ഒക്കെ അതിനനുസരിച്ച് നെഗ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ചില പ്രോബ്ലത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പമ്പിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പമ്പിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല യൂഷ്വലി. അപ്പോൾ ഈ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. ചില പ്രോബ്ലത്തിൽ വർക്ക് ട്രാൻസ്ഫറിൻ്റെ ടേം 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ആക്ച്വലി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്ത് 2 or 3 ടേമായിട്ട് മാത്രം ചുരുങ്ങുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇതും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ തന്നെയാണ്. അഥവാ ഈ ഇക്വേഷനെ നമ്മൾ മാസ് ഫ്ലോ റേറ്റുമായിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അഥവാ dm/dt ആയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഈ ഡിനോമിനേറ്ററിലുള്ള ഡോട്ടി എന്നുള്ള ടേമൊക്കെ റിപ്ലേസ് ചെയ്തിട്ട് ഡോയം ആയിട്ട് മാറും, അഥവാ dQ/m. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിട്ട് മാറും? ഹീറ്റിൻ്റെയും വർക്കിൻ്റെ ഒക്കെ യൂണിറ്റ് ഈ കേസിൽ കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും. അത് പെർ യൂണിറ്റ് മാസിനായിരിക്കും ഇവിടെ എല്ലാത്തിൻ്റെയും യൂണിറ്റ്. ഓക്കെ, സോ ഇവിടെ ഈ ബാക്കിയുള്ള റൈറ്റ് ഹാൻഡ് സൈഡിൽ വ്യത്യാസം എന്താ വെച്ചാൽ ഈ dm/dt അവിടെ ഇല്ല എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ 2 ഇക്വേഷനിലൊരു സെലക്ഷൻ നടത്താം? അത് നമ്മൾ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. ഈ 2 ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുക്കാൻ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കിലോഗ്രാം പെർ സെക്കൻഡ് മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. അതേപോലെ നിങ്ങൾ എപ്പോഴും ഹീറ്റിൻ്റെയും വർക്ക് ട്രാൻസ്ഫറിൻ്റെയൊക്കെ യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. അത് ജൂൾ പെർ സെക്കൻഡിലാണോ അല്ലെങ്കിൽ കിലോ ജൂൾ പെർ സെക്കൻഡിലാണ് തന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വാട്ടിലായാലും മതി. കാരണം ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നത്തിങ് ബട്ട് വാട്ട്. അപ്പോൾ വാട്ടിലാണോ അല്ലെങ്കിൽ കിലോ വാട്ടിലൊക്കെയാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഇക്വേഷനാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ഹീറ്റിൻ്റെയും വർക്കിൻ്റെയൊക്കെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം അഥവാ പെർ യൂണിറ്റ് മാസിലാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോയ്സ് എന്തായിരിക്കും? ഈ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ പുറമെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇത് ഫ്ലൂയിഡിൽ നമ്മൾ പഠിച്ച കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ A1 V1 ഏരിയ ആൻഡ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വോള്യൂം.
നമ്മൾ റോ 1 A1 V1 ആയിരിക്കും ഫ്ലൂയിഡിൽ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതേപോലത്തെ സിമിലർ ഇക്വേഷൻ ആണ്. സ്പെസിഫിക് വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വോള്യൂം എന്ന് പറഞ്ഞാൽ വോള്യൂം പെർ യൂണിറ്റ് മാസ് ആണ്. അത് ആക്ച്വലി ഡെൻസിറ്റിയുടെ നേരെ റിവേഴ്സ് റെസിപ്രോക്കൽ വരുന്ന ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ ഈ ഇക്വേഷനും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതും നമുക്ക് ആവശ്യമായിട്ട് വരും. ലുക്ക് അറ്റ് ദിസ് യൂണിവേഴ്സിറ്റി പ്രോബ്ലം. ഇത് ജനുവരി 2017 ചോദിച്ച 3rd B ക്വസ്റ്റ്യൻ ആണ്. A turbo compressor delivers 2.33 meter cube per second at 0.276 megapascal and 43 degrees Celsius, which is heated at this pressure to 430 degrees Celsius and finally expanded in a turbine which delivers 1860 kilowatt. During the expansion, there is a heat transfer of 0.09 megajoule per second to the surroundings. Calculate the turbine exhaust temperature if changes in kinetic and potential energies are negligible. Okay, അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് തറവായിട്ട് റീഡ് ചെയ്യാം. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ പ്രോബ്ലത്തിൽ, ഇല്ലെങ്കിൽ നമുക്ക് പറയാം തെർമോഡൈനാമിക്സിലെ എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ആകെ ഒരു ഇക്വേഷനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഇക്വേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പല കുട്ടികൾക്കും അറിയത്തില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും തറവായിട്ടൊന്ന് റീഡ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു ടർബോ കംപ്രസറാണ് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. എ ടർബോ കംപ്രസർ ഡെലിവർ ചെയ്യുന്നുണ്ട് വിത്ത് എ ഫ്ലോ റേറ്റ് ഓഫ് 2.33 meter cube per second ആൻഡ് അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 43 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇനീഷ്യൽ പ്രഷർ 0.276 മെഗാപാസ്കൽ ആയിരുന്നു. ആൻഡ് ദെൻ അത് ഹീറ്റ് ചെയ്തിട്ടാണ് പിന്നെ ടർബൈനിലേക്ക് കടത്തിവിടുന്നത്. ഇപ്പോൾ 43 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 430 ഡിഗ്രി സെൽഷ്യസ് ആക്കിയതിൻ്റെ ശേഷം മാത്രമാണ് അത് ടർബൈനിൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത ശേഷം അതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇവിടെ അതിൻ്റെ പുറമെ തന്നിട്ടുള്ളത് വർക്ക് ട്രാൻസ്ഫർ, ടർബൈൻ ചെയ്യുന്ന വർക്ക് ട്രാൻസ്ഫർ എത്രയാണെന്നുള്ളത് കിലോ വാട്ടിൽ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ, ടർബൈൻ പുറത്ത് വിടുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സറൗണ്ടിങ്സ്, ദാറ്റ് ഈസ് 0.09 മെഗാ ജൂൾ പെർ സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഇവിടെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാം. പെർ ടൈം ബേസിസിലാണ് ഇവിടെ യൂണിറ്റുകളെല്ലാം തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ പെർ യൂണിറ്റ് ടൈം ബേസിസ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 ടേം കട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രോബ്ലത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തു. ആകെ 3 ടേം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ del Q by del Tയുടെ വാല്യൂ അറിയാം, del W by del Tയുടെ വാല്യൂ അറിയാം. നമുക്കറിയാം H2 മൈനസ് H1 ആണ് എന്ത്, ദിസ് ഈസ് സ്പെസിഫിക് എൻതാൽപ്പി. ചേഞ്ച് ഇൻ എൻതാൽപ്പി നമുക്കറിയാം എന്താണ്, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ MCP ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഇത് സ്പെസിഫിക് എൻതാൽപ്പി ആയതുകൊണ്ട് അവിടെ മാസിൻ്റെ ആവശ്യമില്ല, ഓൺലി CP ഡെൽറ്റ ടി യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നത്തിങ് ബട്ട് T2 മൈനസ് T1. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് T1 അറിയാം, ദാറ്റ് ഈസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഇതിൽ നിന്നും നമുക്ക് T2 സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ H2 മൈനസ് H1 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് T2 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൊസീജിയർ. ഓക്കെ, പക്ഷേ ഇവിടെ H2 മൈനസ് എപ്പോഴും നിങ്ങൾ റിവേഴ്സായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനും നമുക്ക് H2 മൈനസ് H1 കിട്ടണം, എൻതാൽപ്പി ചേഞ്ച്. പക്ഷേ ഇവിടെ നമുക്ക് dm/dt കിട്ടണം, അഥവാ മാസ് ഫ്ലോ റേറ്റ് കിട്ടണം. ഓക്കെ, ഇത് എവിടെ നിന്ന് കിട്ടുന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഫ്രം ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അഥവാ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇക്വേഷൻ, P1 V1 is equal to mRT0. ഇവിടെ ഞാൻ T0 എന്ന് ഉപയോഗിക്കാൻ കാരണം നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റിൽ 2 ടെമ്പറേച്ചേഴ്സ് തന്നിട്ടുണ്ട്. സി ക്വസ്റ്റ്യനിൽ നിങ്ങൾ തന്നത് നോക്കുക, എ ടർബോ കംപ്രസർ ഡെലിവേഴ്സ് 2.33 meter cube per second അറ്റ് ദിസ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടർബൈനിലേക്ക് കടത്തി വിടുന്നതിൻ്റെ മുന്നേ അത് വീണ്ടും ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചറിനെ ഞാൻ T1 എന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടർബൈനിൽ നമ്മൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ T1ഉം T2 ആണ് എടുക്കേണ്ടത്. പക്ഷേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മൾ അവിടുത്തെ ടെമ്പറേച്ചർ T0 എന്ന് എടുക്കണം, അഥവാ 43 ഡിഗ്രി സെൽഷ്യസിനെ ഞാനിവിടെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ 316 നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ അറിയാം,
നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് വാല്യൂ അറിയാം. അതെന്താണ്? 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1ഉം V1ഉം തന്നിട്ടുണ്ട്. അപ്പോൾ പ്രഷർ മെഗാ പാസ്കലിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു 10⁶ ചെയ്തിട്ട് വേണം നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്തായിരിക്കും? നമുക്കിവിടെ കിട്ടുന്നത് m ഡോട്ട് ആയിരിക്കും, അഥവാ മാസ് ഫ്ലോ റേറ്റ്. നമ്മൾ ഏതെങ്കിലും ക്വാണ്ടിറ്റിയുടെ മുകളിലൊരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, അത് മാസ് ഫ്ലോ റേറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ dm/dt എന്നുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ dm/dt നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? H2 - H1ൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ട്രാൻസ്ഫർ ഡൺ ബൈ ദ സിസ്റ്റമാണ്, ടർബൈൻ ചെയ്യുന്ന വർക്ക് ട്രാൻസ്ഫറാണ്. നമുക്കറിയാം വർക്ക് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സിസ്റ്റം ഈസ് പോസിറ്റീവ്. അപ്പോൾ ഇത് നമുക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ കിലോ വാട്ടാണ്, അപ്പോൾ നിങ്ങളൊരു ഇൻറ്റു 10⁻³ ചെയ്യാൻ മറക്കരുത്. പക്ഷേ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സിസ്റ്റം നമുക്കറിയാം ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു നെഗറ്റീവ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഈ ∆Q/∆T എന്തായിട്ട് മാറും? നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -0.09 ഇൻറ്റു 10⁻⁶ എന്നാവും. കാരണം ഇവിടെ ഒരു മെഗാ ജൂൾ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് H2 - H1ൻ്റെ വാല്യൂ കിട്ടും. H2 - H1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ Cp∆T ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന്ന് T2ൻ്റെ വാല്യൂ ഫൈനലായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് വേറൊരു യൂണിവേഴ്സിറ്റി പ്രോബ്ലം നോക്കാം. ഇത് ജൂലൈ 2017 4B എന്നുള്ള ക്വസ്റ്റ്യനാണ്. എ പമ്പ് സ്റ്റെഡിലി ഡെലിവേഴ്സ് വാട്ടർ അറ്റ് എ വോള്യൂമെട്രിക് ഫ്ലോ റേറ്റ്. വോള്യൂം ഫ്ലോ റേറ്റ് ആണിത്. ഓക്കെ, 0.05 m³/s. This is not mass flow rate. Okay, through a pipe of diameter 18 cm located 100 meter above the inlet pipe. ഇൻലെറ്റ് പൈപ്പിൻ്റെ 100 meter above ആണ് എക്സിറ്റ് പൈപ്പ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ഇൻലെറ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ ഡയമീറ്റർ ഓഫ് 15 cm. ദ പ്രഷർ ഈസ് നിയർലി ഈക്വൽ ടു 1 bar at both inlet and exit. അപ്പോൾ ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രഷർ. And the temperature is nearly constant at 20 degrees Celsius throughout, and there is no much change in temperature also. Determine the power required by the pump. Okay, and take G is equal to 9.81 m/s square. So എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് തറവായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ടൈം ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണോ? ഇവിടെ വോള്യൂം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട് അല്ലേ, പെർ യൂണിറ്റ് ടൈമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മൾ യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ പെർ കിലോഗ്രാമിലാണ് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെർ യൂണിറ്റ് മാസിലുള്ള ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാനിവിടെ ഒന്ന് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പമ്പ്. ഓക്കെ, പമ്പിൻ്റെ ഇൻലെറ്റും എക്സിറ്റും തമ്മിൽ 100 മീറ്ററിൻ്റെ ലെവൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് Z2 - Z1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 100 meter. ഓക്കെ, ഇനി നമ്മൾ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, വോള്യൂം ഫ്ലോ റേറ്റ്, അതുപോലെ ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്, ഇൻലെറ്റിൻ്റെയും എക്സിൻ്റെയും, പ്രഷേഴ്സ് ടെമ്പറേച്ചേഴ്സ് ഒക്കെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം? dQ/dt കുറിച്ച് എന്തെങ്കിലും പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കറിയാതെ ഒരു പമ്പാണ്. ഒരു പമ്പിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്തെങ്കിലും നടക്കുമോ? ഇല്ല, യൂഷ്വലി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ടേം അവിടെ എഴുതേണ്ട കാര്യമില്ല. വർക്ക് ട്രാൻസ്ഫർ ഡെഫിനറ്റ് ആയിട്ടും പമ്പിലുണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. ഓക്കെ, അപ്പോൾ അതവിടെ ഉണ്ട്. ഇനി മാസ് ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? നമുക്ക് വോള്യൂം ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണ്? വാട്ടറാണ്. വാട്ടറാണ്. വോള്യൂം ഫ്ലോ റേറ്റ് നമുക്ക് m³/s തന്നിട്ടുണ്ട്. വോള്യൂം ഫ്ലോ റേറ്റ് അറിയാമെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? വോള്യൂം ഫ്ലോ റേറ്റിനെ അതിൻ്റെ ഡെൻസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ബിക്കോസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം, ദാറ്റ് ഈസ് 1000. ഓക്കെ, സോ 1000 × 0.005 എന്ന് പറയുമ്പോൾ നമുക്കറിയാം dm/dt നമുക്കിവിടെ എന്ത് കിട്ടും? dm/dtയുടെ വാല്യൂ ρV നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇറ്റ് ഈസ് അറൗണ്ട് 50 kg/s എന്ന് കിട്ടും. റൈറ്റ്? സോ മാസ് ഫ്ലോ റേറ്റിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ആൻഡ് H2 - H1 എൻതാൽപ്പി ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാവുമോ?
സി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി എൻതാൽപ്പി ചേഞ്ച്. പിന്നെ നമുക്ക് എൻതാൽപ്പി ചേഞ്ച്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. പിന്നെ പ്രഷർ കൂടി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ പി വി എന്നുള്ള ടേമിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാം എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ MCP ∆T ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എൻതാൽപ്പിയിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ H2 - H1 എന്നുള്ള ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി V2² - V1²/2 ഈ ടേം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഇതൊരു പമ്പാണ്. ഇവിടെ കൈനറ്റിക് എനർജിയിൽ ഡെഫിനറ്റായിട്ടും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഡയമീറ്റേഴ്സ് തന്നിട്ടുള്ളത്. പക്ഷേ ഈ ഡയമീറ്റേഴ്സ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കും? വി നോ A1 V1 = A2 V2. ഓക്കെ, ഇവിടെ സ്പെസിഫിക് വോള്യൂം വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നില്ല, കാരണം സ്പെസിഫിക് വോള്യൂം എന്താണ്? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. കാരണം ഇവിടുത്തെ യൂണിറ്റ് എന്താണ്, അല്ല ഇവിടുത്തെ ഫ്ലൂയിഡ് എന്താണ്? വാട്ടറാണ്. വാട്ടറിന് കൂടുതലായിട്ടും ഡെൻസിറ്റി ചേഞ്ച് ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിലുള്ള സ്പെസിഫിക് വോള്യത്തിൻ്റെ ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, എയറൊക്കെ ആണെങ്കിൽ മാത്രമേ സ്പെസിഫിക് വോള്യത്തിൻ്റെ ടേം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു വോള്യൂം ഫ്ലോ റേറ്റ്. ഓക്കെ, A1 V1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ഡിസ്ചാർജ്. ഇത് ഡിസ്ചാർജാണ് ആക്ച്വലി തന്നിട്ടുള്ളത്. അപ്പോൾ 0.05 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് V1 കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ V2ൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പ്രൊസീജിയർ മാത്രമേ പറയുന്നുള്ളൂ, ചെയ്ത് നോക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ V1 V2 വാല്യൂസ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ആൻഡ് Z2 - Z1 ഓൾറെഡി ഗിവൺ ആണ്. Z2 - Z1 ഈസ് നത്തിങ് ബട്ട് 100. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഹാവ് ടു ഫൈൻഡ് dW/dt ഫ്രം ഹിയർ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ വാല്യൂസും നിങ്ങൾ SI യൂണിറ്റ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. അപ്പോൾ ഈ ലെക്ചർ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഈ സെമസ്റ്ററിൽ ഞാൻ തെർമോഡൈനാമിക്സോ ഫ്ലൂയിഡ് മെക്കാനിക്സോ ഹാൻഡിൽ ചെയ്യുന്നില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രത്യേകം ടൈമൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. നെക്സ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. നെക്സ്റ്റ് സെമസ്റ്ററിൽ ഞാൻ ഫ്ലൂയിഡ് മെഷീനറിയുടെ ഡീറ്റെയിൽ ലെക്ചേഴ്സ് ചെയ്യുന്നതാണ്. അഥവാ ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.